ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സാര. ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ എഡിറ്റിങ്, അല്ലേ? നമ്മൾ എടുക്കുന്ന ഫോട്ടോസിൻ്റെ ഭംഗി ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുന്നത് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും. അതിന് വേണ്ടി ഒരു നല്ല ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണെന്ന് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷനൊക്കെ മാറ്റുന്ന രീതിയിലാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നന്നായിട്ട് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന 7 ആപ്ലിക്കേഷൻസാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എൻ്റെ ചാനലിൽ വരിക. സോ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ആദ്യത്തെ ആപ്ലിക്കേഷൻ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സ്നാപ്സീഡ് തന്നെയാണ്. നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ ഒരു ഓവറോൾ പാച്ച് വർക്കിനെല്ലാം ബെസ്റ്റാണ് സ്നാപ്സീഡ്. സ്നാപ്സീഡിൽ ഒരു പിക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ആ ഫിൽറ്റേഴ്സിന് പുറമെ സ്നാപ്സീഡിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. നമ്മുടെ ഫോട്ടോയിനെ ഏകദേശം ഒന്ന് പാച്ച് വർക്ക് ചെയ്ത് ഒരു അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്ന ഏകദേശം എല്ലാ ഏരിയാസും ടച്ച് ചെയ്യുന്ന രീതിക്കുള്ള ഒരുപാട് ടൂൾസ് സ്നാപ്സീഡിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിലുള്ള സെലക്റ്റീവ് ടൂളൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു സ്ഥലം മാത്രം സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയയെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം, സാച്ചുറേഷൻ കൂട്ടാം, സ്ട്രക്ചർ കൂട്ടാം, കളർ കുറയ്ക്കാം, അതിൻ്റെ ഹൈലൈറ്റ് കൂട്ടാം. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അത് ചെയ്യാൻ പറ്റും. പിന്നെ സ്നാപ്സീഡ് ബ്ലർ പോലെ ഇത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബ്ലർ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ക്ലീൻ ആൻഡ് നീറ്റ് ബ്ലറിങ് ഒക്കെ നമുക്ക് സ്നാപ്സീഡിൽ അവൈലബിൾ ആണ്. പിന്നെയുള്ള സ്നാപ്സീഡിൻ്റെ ഒരു ഹൈലൈറ്റഡ് പോർഷനാണ് അതിൻ്റെ ഹീലിംഗ് ആപ്ലിക്കേഷൻ. അതായത് നമുക്കൊരു പിക്ചറിന് എന്തെങ്കിലും ഇഷ്ടപ്പെടാതുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്ത് കളയാൻ പറ്റും. സോ ഇത്രയൊക്കെയാണെങ്കിൽ സ്നാപ്സീഡിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് നമ്പർ 2 ഈസ് അഡോബ് ഫോട്ടോഷോപ്പ് ലൈറ്റ്റൂം. കളർ കറക്ഷന് ഇതിനേക്കാളും ബെസ്റ്റ് ടൂൾ ഉണ്ടോ എന്ന് ഭയങ്കര സംശയമാണ്. കാരണം നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് ഇതിനകത്ത് കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം, ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ഒരു കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ഒരു സെപ്പറേറ്റ് കളേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓരോ കളർ സെലക്ട് ചെയ്തിട്ട് ആ കളർ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ അതിൻ്റെ ടോണിങ് മൊത്തവും മാറും. ഒരു പിക്ചറിൻ്റെ ടോണിങ്ങിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ കളർ കറക്ഷന് വേണ്ടിയിട്ടുള്ള ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ആപ്ലിക്കേഷൻ ദി വൺ ആൻഡ് ഓൺലി അഡോബ് ഫോട്ടോഷോപ്പ് ലൈറ്റ്റൂം. ഇനി കളർ കറക്ഷൻ മാത്രമൊന്നുമല്ല, വേറെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോയിസ് റിഡക്ഷനാണ്. നമുക്ക് പിക്ചറിലെടുത്തതിൽ എന്തെങ്കിലും നോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് ഈ ലൈറ്റ്റൂം ഹെൽപ്പ് ചെയ്യാം. ആൻഡ് ദി തേർഡ് ഈസ് പിക്സാർട്ട്. പിക്സാർട്ടിന് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഫോട്ടോഷോപ്പ് ആണെന്ന് പറയാം. കാരണം ഒരു ഫോട്ടോഷോപ്പിലുള്ള ഏകദേശം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് പിക്സാർട്ടിൽ അവൈലബിൾ ആണ്. ആദ്യം അത് തുറക്കുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് കാണിക്കും. പക്ഷേ അതല്ല, അതിന് പുറമേ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. പിക്സാർട്ടിൽ നമ്മളൊരു പിക്ചർ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഫസ്റ്റ് ഒരുപാട് ഓപ്ഷൻസ് വരും. ആൻഡ് എഗൈൻ നമ്മൾ ആ ഓരോ ഓപ്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ കുറേ ഓപ്ഷൻസ് വരും. എഗൈൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറേ ഓപ്ഷൻസ് വരും. അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. നമ്മുടെ പിക്ചറിനെ കാർട്ടൂണൈസ് ആണെങ്കിൽ കാർട്ടൂണൈസ് ചെയ്യാം, അതിൽ വേറെ കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ കളേഴ്സ് ആഡ് ചെയ്യാം, ഒരു പർട്ടിക്കുലർ കളർ മതിയെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് വേറെ ആപ്ലിക്കേഷൻസിലൊന്നും അധികം കണ്ടിട്ടില്ലാത്തതുമായൊരു ഫീച്ചറാണ്. നമ്മളൊരു പിക്ചർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോൺസും നമുക്ക് അറ്റ് എ ടൈം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫുൾ പാക്കേജായിട്ട് നമുക്ക് പിക്സാർട്ടിനെ കാണാം. നമ്പർ 4 ഈസ് ലെൻസ് ഡിസ്റ്റോർഷൻസ്. ആദ്യമൊന്നും എല്ലാവർക്കും അറിയില്ലെങ്കിലും ഏകദേശം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു വരുന്നൊരു സംഭവമാണ് ലെൻസ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറൽ സൂര്യൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ പിക്ചറിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലെൻസ് ഡിസ്റ്റോർഷനെ പോലെ ഒരു നാച്ചുറാലിറ്റി തരുന്ന വേറെ ആപ്ലിക്കേഷനേ ഇല്ല. നമ്മുടെ പിക്ചറിന് ഒരു യെല്ലോ ടിൻറ്റ് അല്ലെങ്കിൽ സൂര്യൻ്റെ ലൈറ്റ് അവിടെ ഉണ്ട്, നമ്മൾ ഒരുപാട് രാവിലെയാണ് എടുത്തതെന്നൊക്കെ തോന്നിക്കണം, അല്ലെങ്കിൽ നല്ല മഞ്ഞിലാണ് എടുത്തതെന്ന് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ടിൻറ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും നീറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ലെൻസ് ഡിസ്റ്റോർഷൻ. അത് കൂടാതെ നമ്മൾ കൊടുക്കുന്ന എഫക്റ്റിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സ്പോഷർ കൂട്ടാം, അതിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടാം, കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ പെയ്ഡാണ്, എന്നാലും അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള എഫക്റ്റൊക്കെ അതിനകത്ത് നിന്ന് കിട്ടും. ലൈറ്റ് മാത്രമല്ല, നമുക്ക് റെയിൻ അല്ലെങ്കിൽ സ്മോക്ക് ഇതൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷനെ പറ്റി അറിയാത്തതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 5ാമത്തെ ആളാണ് അഡോബ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്. നമ്മുടെ അഡോബിൻ്റെ ആൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രീസെറ്റ്സ് ആണ്. എഡിറ്റ് ചെയ്യാൻ മടിയാണെങ്കിലോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്താൽ ശരിയാകത്തില്ലെന്ന് തോന്നുമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പിക്ചർ ഉണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് ഈ അഡോബ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്.
കാരണം ഇത് പ്രീസെറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രീസെറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് സെപ്പറേറ്റ് അവർ നെയിം ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രീസെറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രീസെറ്റ് മാത്രമല്ല, അല്ലാണ്ട് തന്നെ നമുക്ക് പിക്ചറിനൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ലൈറ്റ് റൂം ആൻഡ് സ്നാപ്സീഡും പിക്സാർട്ട് ഒക്കെ നോക്കുമ്പോൾ ഇതിൽ എക്സ്ട്രാ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചർ ക്വാഡ്സ് ആണ്. അതായത് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള കുറച്ച് ഇൻപുട്ട് ക്വാഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നമുക്ക് ആവശ്യമുണ്ട്, നമ്മുടെ പിക്ചറിന് സ്യൂട്ടബിൾ ആണെങ്കിൽ നമുക്കിതെല്ലാം യൂസ് ചെയ്യാം. 6th വണ്ണാണ് പോളിഷ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. പോർട്രേറ്റ് എഡിറ്റ് ചെയ്യാൻ, നമ്മുടെയൊക്കെ പിക്ചേഴ്സൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ആപ്പ് സജസ്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഉള്ള ആപ്സിലെ പോലെ കുറച്ച് എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഇതിൽ പ്രത്യേകമായിട്ട് കണ്ടതാണ് ഈ ഓപ്ഷൻസ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് എക്സ്ട്രാ താടി വെക്കണമെന്നോ, ഹെയർ സ്റ്റൈൽ മാറ്റണമെങ്കിലോ, കണ്ണിൻ്റെ പ്യൂപ്പിൾസായിട്ട് മാറ്റണമെങ്കിലോ, ഈവൻ 6 പാക്ക് വേണമെങ്കിലോ നമുക്ക് ഇതിനകത്ത് വഴി സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് കാണുന്ന ആർക്കെങ്കിലും 6 പാക്ക് വന്ന് എങ്ങനെ ഇരിക്കും, ടാറ്റു അടിച്ച് എങ്ങനെ ഇരിക്കുന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ആൻഡ് എടുത്ത് പോളിഷ് ചെയ്തൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രീ കോളേജ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു പിക്ചർ ഉണ്ട്, പിക്ചറിൻ്റെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസിയാണ്. കുറച്ച് ലവ്ലി ക്യൂട്ടായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നമുക്കിനകത്ത് അവൈലബിൾ ആണ്. അതിനകത്ത് പിക്ചർ ആഡ് ചെയ്ത് നമുക്കൊരു കോളേജ് പോലെയൊക്കെ ആക്കാൻ പറ്റും. സോ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന അലൈൻമെൻ്റ് അല്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പിക്ചറിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. 7th ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ലൈറ്റെക്സ് ഫോട്ടോ എഡിറ്റർ. ഇത് അധികം ആരും അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, ബട്ട് ഇറ്റ്സ് നൈസ് ആണ് കേട്ടോ. നമുക്ക് സ്നാപ്സീഡിലും ലൈറ്റ് റൂമിലും ഒക്കെയുള്ള കുറച്ചൊക്കെ പാച്ച് വർക്ക്സ് ഇതിനകത്തും ഉണ്ട്. അതിലൊന്നും കാണാതെ കണ്ട കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കളാമിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. പിക്ചേഴ്സിന് ഡബിൾ ഷെയ്ഡ് കൊടുക്കുന്ന ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടല്ലോ. സ്പെഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ പോർട്രേറ്റിനാണ് നമ്മളത് മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. സോ നിങ്ങളുടെ പിക്കിന് ഡബിൾ ഷെയ്ഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഈസി വേ ആണ്. 1 ക്ലിക്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഈസി ആയിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ കണ്ട മറ്റൊരു ഫീച്ചറാണ് ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ ഒരു സ്റ്റാൻഡേർഡ് കളേഴ്സ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് കർവ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു 3 കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കൂടാതെ നമുക്ക് ഷാഡോസും ഹൈലൈറ്റും കൂടെ ഈസി ആയിട്ട് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എഡിറ്റിങ്ങിന് വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. സോ അതുവരെ ടേക്ക് കെയർ.